സെൻട്രൽ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സേഫ് ആയിരുന്നു. പക്ഷേ അതിവേഗ മുന്നേറ്റങ്ങൾ ഇപ്പോൾ ഫ്രാൻസിനെ പോലെയുള്ള ടീമുകളൊക്കെ എതിരാളികളായി വരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒറ്റാമെൻഡിയുടെ പ്രായം വലിയ ഘടകമാണ്. വലിയ വേഗം നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയില്ല. എംബാപ്പയെ പോലെയുള്ളൊരു താരത്തെ ഓടിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഇനി കുറച്ച് അത്ര എളുപ്പം. പക്ഷേ അയാളുടെ പോരാട്ട വീര്യം അത് വേറൊരു ലെവലാണ് ഒറ്റാമെൻഡിയെ സംബന്ധിച്ച്. അതെ, അത് മെസ്സി പിന്നെ കയറിയപ്പോൾ സബ്ബായി ഇറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ റൊമേറോ ആയിക്കോട്ടെ, റൊമേറോയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ അഗ്രസീവാണ്. പലപ്പോഴും കാർഡുകൾ വാങ്ങും. നമുക്ക് ഏത് നിമിഷവും കാർഡുകൾ വാങ്ങിക്കൂട്ടാൻ പുറത്തേക്ക് പോകാം എന്നുള്ളൊരു ആശങ്ക റൊമേറോയുടെ ഭാഗത്തുണ്ട്. ഇനിയിപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ആകട്ടെ, ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഉയരക്കുറവാണ് എതിരാളികൾ വലിയ ആയുധമാക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവൊന്നും അദ്ദേഹം പക്ഷേ കളത്തിൽ അങ്ങനെ പ്രകടമാക്കാറില്ല എങ്കിൽ പോലും ഈ 3 പേര്, പിന്നെയുള്ളത് സെനേസിയാണ്. സെനേസി അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഡിഫൻസ്, സെൻട്രൽ ഡിഫൻസിൽ അത്തരം ചെറിയൊരു ആശങ്കകൾ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ നോക്കണ്ട. ഇന്നത്തെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു, സോളിഡായിരുന്നു. നമുക്കൊരു എതിരാളികൾക്കൊരു സാധ്യത പോലും കൊടുക്കാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പക്ഷേ വരും മത്സരങ്ങളിൽ കുറച്ചുകൂടി അധ്വാനിച്ച് കളിക്കേണ്ടി വരും. പക്ഷേ ടീമിന് വേണ്ടി, ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ കളിക്കുമ്പോൾ അവരെല്ലാവരും ആ ഒരു ആവേശത്തിൽ കളിക്കുന്നുണ്ട്. അതുപോലെ വിങ് ബാക്ക് മൊളിന വന്നപ്പോൾ കുറച്ചുകൂടി ഉഷാറായി. ഇനിയിപ്പോൾ മെദിനയാണ് ലെഫ്റ്റ് വിങ് ബാക്കായി കളിച്ചത്. താഗ്ലിയാഫിക്കോ പരിക്ക് മാറി അവിടെ വരാനുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ ആശങ്കയൊന്നും വരില്ല എന്ന് വരിക. മധ്യനിരയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സി ഒന്നും പറയാനില്ല, അവിടെ ഓക്കെയാണ്, സേഫാണ്. ലൗതാര കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അൽവാരസ് ഉണ്ട്, പക്ഷേ പകരക്കാരനായി അൽവാരസ് വന്നപ്പോൾ കുറച്ചുകൂടി അനങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇനി അതുപോലെ തന്നെ അൽമാദയുടെ അവിടെ അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസിന് പകരമൊക്കെ സിമിയോണിയെ പോലുള്ള താരങ്ങൾ, സിമിയോണിയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി പ്രതിരോധത്തിൽ കയറി ഇറങ്ങി കളിക്കുന്ന ഒരു താരമാണല്ലോ സിമിയോണി. അപ്പോൾ പ്രതിഭയുടെ ഒരു വൈവിധ്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ വൈവിധ്യമാണ് അർജന്റീനയ്ക്കുള്ളൊരു സമ്പത്തായി മാറുന്നത്. ഒപ്പം തന്നെ ലയണൽ മെസ്സി കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് ലോകത്തെ ഏത് ടീമാണെങ്കിലും ആ ഒരു പുഴ ഒഴുകുന്നത് പോലെ ഇങ്ങനെ മെസ്സി ഒഴുകുമ്പോൾ ഏത് ഡാമാണ്, ഏതൊരു അണക്കെട്ടിനാണ് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇതിഹാസ താരമായ സിനഡിൻ സിദാന്റെ മകനാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, മറുവശത്ത് മുന്നിൽ വരുന്നത് ആരാ? ലയണൽ മെസ്സി. മെസ്സിയുടെ രണ്ടാമത്തെ ഗോള് അടിച്ചതിന് ശേഷം സിദാനെ കാണിക്കുന്നുണ്ട്. അത്ര ഹാപ്പി അല്ല, എന്തൊക്കെയോ ഒരു ആശങ്ക മുഖത്തുണ്ടായിരുന്നു. പുള്ളിക്ക് നന്നായിട്ട് അറിയാലോ. അല്ല, 1-2 സേവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എങ്കിൽ പോലും മെസ്സി കളിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ക്ഷമിച്ച് കളയുക എന്നുള്ള അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ